എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്ന ബെൽ ബട്ടൺ കൂടി ആവണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ സുബിൻ ചേച്ചി. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. 7th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. അതിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മേക്കപ്പ് ഹെയറൊക്കെ ചെയ്യാൻ കേട്ടോ. ഒരു റെഫറൻസ് പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മുടെ മേക്കപ്പും ഹെയറും ഒക്കെ പോകുന്നത്. ഇതുവരെ ഇങ്ങനെ ഫുള്ളി കേൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ലേ? പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്ത്. നമ്മുടെ ലാഡിവ യൂണിസെക്സ് സലൂണിലാണ് കേട്ടോ ചെയ്തത്. പീച്ചു ഇല്ലായിരുന്നു. പീച്ചു സർജറി കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പീച്ചുവിൻ്റെ സ്റ്റാഫ്സാണ് ചെയ്തത്. പക്ഷെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്തു. പക്ഷെ ഹെയർ ചെയ്യുന്ന ചേച്ചിക്ക് ഒരു ഇത്തിരി പണി കൂടുതലുണ്ടായിരുന്നു. കാരണം നമ്മൾ മുടി ഫ്രണ്ടിൽ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഓർത്തില്ല ഗൈസ്. ബിക്കോസ് നമ്മൾ റെഫറൻസ് പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിൽ പഫ് അതിന് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ല, നമ്മളൊരു പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെ, ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് ഐലാഷസും ലെൻസും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് അവിടുത്തെ ഈ ഒരു അവിടെ ഡമ്മി കണ്ടാലും മിമോസിന് അതൊന്ന് ഹെയർ ചെയ്ത് കൊടുക്കാതെ ഒരു സമാധാനവും വരില്ല. പുതിയ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ തലയിലെ പരീക്ഷിക്കുന്നത്. അപ്പം ഞാനൊരാളുടെ തലയിൽ പരീക്ഷിക്കണമല്ലോ. മിമോസിന്റെ കോസ്റ്റ്യൂം ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മൾ പൂജ ഹൈപ്പർ ഷോപ്പിൽ നിന്നാണ് എപ്പോഴും ചെയ്യുന്നത്. ഇതാണ് ബ്രൂക്ക് സെറീൻ. നമ്മുടെ കൊട്ടിയത്താണ് കേട്ടോ. കൊല്ലത്തുള്ളവർക്കൊക്കെ ഒരുവിധം അറിയായിരിക്കും. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ വെഡ്ഡിങ് റിസപ്ഷൻസും അല്ലാത്ത ഫങ്ഷൻസും ഒക്കെ നടക്കാറുള്ള ഒരു റിസോർട്ടാണ്. നല്ല രസമാണ് കേട്ടോ. വ്യൂ അടിപൊളി അല്ലേ മിമോസേ? ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന സാധനം ഇല്ലേ, അതാണെങ്കിൽ നമ്മൾ കേക്കിൽ വെക്കാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ആ കേക്കിൽ വെക്കാൻ വെച്ചത് നമ്മൾ തലയിൽ വെച്ചാണ്. ഇപ്പം അതേ നമ്മുടെ പെപ്പെ വെഡ്ഡിങ് പ്ലാനറാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൊളാബിൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പെപ്പെ വെഡ്ഡിങ് ആണ്. അപ്പം അവർ എല്ലാവരും വന്നിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെറിയ കുഞ്ഞുഭാവി ആയതുകൊണ്ട് എനിക്ക് ചെറുതായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വലുത് തന്നെ, ചെറുതല്ല. ഈ വെയിലൊന്ന് താഴാൻ വേണ്ടി നമ്മളൊരു 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു 5:30 ഒക്കെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചേട്ടനായിരുന്നു കേട്ടോ എല്ലാ നമ്മുടെ ഫോട്ടോഗ്രാഫറിന്. അപ്പം ജെയ്സൺ ചേട്ടനാണെങ്കിൽ ജെയ്സൺ ചേട്ടനാട്ടോ പറഞ്ഞത്. ഇത് ഇപ്പുറത്ത് നിൽക്കുന്ന ജെയ്സൺ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് എവിൻ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ജെയ്സൺ ചേട്ടൻ പറഞ്ഞു ഈ സമയത്ത് വെയിൽ ഭയങ്കരമായിട്ട് താഴും, അതുകൊണ്ട് ഈ 3 മണി ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. 3 മണിക്ക് വെയിലോട്ട് പോയത് പോലും ഇല്ല കേട്ടോ. പിന്നെ ഞാനും അമ്മയും അവിടെ ഒരു ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അവിടെ നിന്ന് ഇത്തിരി മാറിയിട്ട് ഫോട്ടോഷൂട്ട്സൊക്കെ തുടങ്ങി. നമ്മൾ ഏകദേശം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മിമോസും ജെയ്സണും കൂടെ ഒരു സൈഡിലോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സമയം കിട്ടിയ കണ്ണ് തപ്പിയാൽ ഞാൻ പോകും ഗൈസ് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അടി തുടങ്ങി. പിന്നെ നമുക്ക് ഇനി കാണാൻ പോകുന്നത് അടിയാ. മാല കുറച്ച് ഞാൻ അമ്മമാരോട് പറഞ്ഞ മിമ്മൂസിന്റെ ബർത്ത്ഡേ ഷൂട്ടാ എന്നെ കുറച്ച് പണിയെടുപ്പിക്കാം. ഇതെങ്ങനാ? അത്രയും വേണ്ട, ചെറുതായി ഇത്രയും വേണ്ട, ലൈറ്റ് മതി. ഞാൻ ഇത് വോയിസ് പോലും കളയാതെ ഇതുപോലെ ഇടും കേട്ടോ ജയ്സ. 8ാം തീയതി തൊട്ടുള്ള എന്റെ വ്ളോഗാ ഒരാഴ്ചത്തെ. ചരിഞ്ഞ് നോക്ക്. നമ്മൾ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ചരിഞ്ഞ് അങ്ങനല്ല, ഇങ്ങനെ. ഇതിപ്പോ ഇങ്ങനെ ചത്തൂത്തിരിക്കണ കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡായിട്ട് ഇങ്ങനെ കേക്ക് നോക്കത്തില്ലേ? ആ നോക്ക്. ഇല്ല, വയ്യ. ലെഗ് വർക്കൗട്ട് ലെഗ് ആയിരുന്നു, കാലടിക്കാൻ വയ്യ. നേരത്തെ ഇരുന്നണക്ക് ഇപ്പൊ കൈ വെച്ചിരിക്കില്ല. അതിറക്കിരുന്നേ. ക്യാമറയോട് ലുക്ക് തന്നെ, ക്യാമറയോട് നോക്കി. ഓക്കെ,
അവിടെ അല്ലേ? ചപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് അങ്ങനെ വെള്ളം അവിടെ കേക്കിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണാം. ആ അതെ ജിങ്കി ചാക്കി സ്വന്തമായിട്ട് അവരെ കൊണ്ട് നിർത്തിച്ചതും പോരാ, പാട്ട് റെഡി 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 റെഡി. പക്ഷെ അത് ഭയങ്കര ഓളമായിരുന്നു. എടുക്കണം, അതിന് വേണ്ടിട്ടാ പാട്ട് ഓഫ് ആക്കി എടുക്കണം. റെഡി 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 3 2 1 ഗോ. ആടിക്കും സ്പീഡിൽ കളി. ജിങ്ക് ചാക്കി ജിങ്ക് ചാക്കി 3 2 1 ഗോ ചെയ്തേ. മതി. ഒന്നുകൂടെ കാണിച്ചപ്പോ അതിനു വേണ്ടി ചെയ്തു. ഓക്കെ, ഇനി ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യരുത്, അഭിനയിച്ചാ മതി. അഭിനയിച്ചാൽ മതി. ആ കട്ട് ചെയ്യുന്ന ഷോട്ട് എടുക്കും. അത് ആദ്യം ഇപ്പൊ അഭിനയിക്കണം, ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ ഇവളെ വിശ്വസിക്കാൻ പറ്റൂല, വീഡിയോ എടുത്ത്. വീഡിയോക്ക് സെറ്റ് ചെയ്തു. ആ അങ്ങനെ വെച്ചാൽ മറ്റു നമുക്ക് വെച്ചു. റെഡി കേക്കിന്റെ ഫോട്ടോ കിട്ടിയ ജയ്സ? ഫോട്ടോ ഫോട്ടോ എടുക്കില്ല, വീഡിയോ എടുക്കും. റെഡി കണ്ട ഇപ്പുറ സൈഡ് തിരിച്ച് ആ കേക്ക് കാണും. റെഡി 3 നാക്ക് നീണ്ടു വരണം, നല്ല നീളോടെ നാക്ക്. എനിക്കറിയാം ഇവിടം വരെ വരുള്ളൂ. റെഡി 3 ഇവിടെ വരെ മുട്ടിക്കും, മൂക്ക് വരെ. അയ്യോ ഇരുന്നില്ലല്ലേ, ഒന്നുകൂടെ വേണ്ട. ആ നക്കണം. എടാ അതല്ല, ഞങ്ങള് ഒരു ബേബി ഷൂട്ട് എടുത്തായിരുന്നു. നാക്ക് നീട്ടാൻ പറഞ്ഞത് ഇവിടം വരെ വന്നിരിക്കും. ഫോട്ടോ ഇവിടെ ഉണ്ട് എൻ്റെ. ഇത് ചെറുതായിരുന്നു കുറച്ചുകൂടെ. നക്കണ്ട, ആ സാധനം കാണണം ഫോട്ടോയിൽ. തിരിച്ചു പിടിച്ചിട്ട് ആ അതില്ല, ആ കേക്ക് നാക്ക് നീട്ടണം, അപ്പൊ നാക്കും കാണണം. ഫോട്ടോയ്ക്ക് വീഡിയോക്ക് എടുക്കാനല്ലേ, രണ്ടോട്ടം ചെയ്യണം. അത് റെഡി. നല്ല നീട്ടടാ, നല്ല നീട്ട്. ആ നല്ല നീട്ട് നാക്ക്. കണ്ട് വീഡിയോ കോൾ വിളിച്ച്. വീഡിയോ ഇങ്ങനെ നക്കിയിട്ട് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കാട്ടണം. ഫോട്ടോ ഓ ഐശ്വരി പറയാവേ. കേക്കിന്റെ ഈ ഭാഗം ഒന്നും വേണ്ടല്ലോ, ഇവിടുത്തെ ഈ സൈഡ് ഫോട്ടോ എടുക്കൂലല്ലോ. എല്ലാരും ജിമ്മ, ഞങ്ങളെല്ലാം പാർട്ട്നേഴ്സാ. ഫ്രണ്ട് ഇരിക്കുന്നില്ലേ ഷൂട്ട് അതിന് ഫ്രണ്ട് എങ്ങനെ നിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ പോയി ഷൂട്ട് ചെയ്യണ്ടേ? കേക്കിന്റെ അത് വേണോ കയ്യില്? ഇങ്ങനെ ചാടും, ഇങ്ങനെ ചാടും. ഇടയ്ക്ക് പേടി മാറിയതാ പിന്നെ. റെഡി ഇതാണ് പ്രശ്നം. പറയാം, നടന്നു പോയിട്ട് ഞാൻ കണ്ടായിരുന്നു. എനിക്കിട്ട് പണി വന്നത് ഇത് ചെയ്യാൻ എടുക്കട്ടെ, അവൾ എടുക്കും അത്. ഞാൻ ഒരു ബർത്ത്ഡേ ഷൂട്ട് മിമ്മൂസിന്റെ അവിടുത്തെ മിമ്മൂസ് ചേച്ചിനെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ആര് ജയ്സ?
എൻ്റെ പേര് കാണിച്ച ഫോട്ടോ ജസ്റ്റിനയുടെ അമ്മ. ജെസ്സിനെ ആരോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ മിമ്മോസിനെ കാണുന്നില്ല. തേ കിടക്കുന്നു. കള്ളത്തി ഞാൻ കണ്ടു കണ്ണടയ്ക്കുന്നു. പോണ്ടേ? മേക്കപ്പ് റിമൂവ് ചെയ്തു മിമ്മോസ്. ഇപ്പം ഇതേ സന്ധ്യയായി. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങും കേട്ടോ. തേങ്ങയൊക്കെ വന്ന് വീഴും. തേങ്ങ ഞാൻ തേങ്ങ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറണം. മിമ്മൂസിന് പനി മാറിയിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വേണം വീട്ടിൽ പോകാൻ. വാടാ ബൈ പറ അപ്പം എല്ലാവർക്കും. ബൈ ഗൈസ്. നമുക്ക് അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വയ്ക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ താഴെ ബെൽ ബട്ടൺ കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. ദിസ് ഇസ് ബൈ ബൈ.